നമ്മുടെ ഈ മരക്കാന്മാരുണ്ടല്ലോ, ശരിക്കും മരക്കാറെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങളുടെ നാട്ടിൽ ഭീമാപ്പള്ളിയിൽ മീൻ പിടിക്കുന്നവർ മരക്കാറെന്ന് പറയുന്നത്. ക്രിസ്ത്യൻസാണ് മീൻ പിടിക്കുന്നതെങ്കിൽ മുക്കൂരെന്ന് പറയും. പക്ഷേ മീൻ പിടിക്കുന്നവരെ മരക്കാറെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ബംഗാളി എന്ന് പറഞ്ഞില്ലേ, ആ അർത്ഥത്തിലാണ് അവിടെ മീൻ പിടിക്കുന്നത്. കുറച്ച് ലോ ആയിട്ട് കുറച്ച് തരം താഴ്ത്തിയിട്ടാണ്. പക്ഷെ ക്രിസ്ത്യൻസിന് അത് പറയില്ല, മുക്കൂരെന്ന് പറയും. അപ്പോൾ എനിക്ക് മരക്കാറിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ട്, ഒരു ഷെരീഫ് മാഷ്, കൊണ്ടോട്ടിയുള്ള. മൂപ്പര് വീട്ടിൽ പോയപ്പോൾ അവിടെ വെളിയങ്കോട് ഉമർ ഖാലിയുടെ കവിത സമാഹാരം ഉണ്ടായിരുന്നു. അതിൽ അതിൻ്റെ ആമുഖത്തിൽ ഈ മരക്കാർ എന്ന വാക്കിനെ വിശദീകരിക്കുന്നുണ്ട്. മർക്കബ് എന്ന വാക്കിന്നാണ് മരക്കാർ വരുന്നത്. നാവിക പടയാളികൾ, മർക്കബ് അതാണ് പിന്നീട് അതാണ് കുഞ്ഞാലി മരക്കാർ. മനസ്സിലായില്ലേ? റക്കീബ എന്നുള്ള അതിന്നാണ് ഈ മരക്കാർ വരുന്നത്. കേറി, കപ്പൽ കേറി അല്ലേ, വാഹനം കയറി. വാഹനം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒട്ടകവും കപ്പലുമാണല്ലോ, കപ്പലിലാണ് പ്രത്യേകിച്ച് അതില്. അപ്പൊ അതില് ഈ മരക്കാർ, അതായത് കായൽപട്ടണം, കീളക്കരെ, തൂത്തുക്കുടി, ഈ റീജിയനിലാണ് ഈ തങ്ങന്മാര് ശരിക്കും കേരളത്തിൽ യമനിൽ നിന്ന് വരുന്നത്. അവര് യമനിൽ നിന്ന് വന്ന് കായൽപട്ടണം വഴിയാണ് കൊച്ചിയിലെത്തുന്നത്. അങ്ങനെ എത്തിയ രണ്ട് വിഭാഗമാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ വാപ്പയും പിന്നെ മറ്റൊരു വിഭാഗം കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ 4 പേരുണ്ട്. ഇതിലൊരു രസം എന്തെന്നറിയോ? തൂത്തുക്കുടിക്കടുത്ത് ഒരു ഗ്രാമമുണ്ട്, അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ കുഞ്ഞാലി മരക്കാറാണ്. കുഞ്ഞാലി മരക്കാർ ആരാ? ഞാൻ അവിടെ പോയിരുന്നു. അതുമല്ല, കുഞ്ഞാലി മരക്കാരെ കുറിച്ചൊരു വിൽപ്പാട്ടും ഉണ്ട്. വിൽപ്പാട്ട് എന്ന് പറയുമ്പോ നമ്മളെ കോളേജിലുള്ള വിൽപ്പാട്ട്, ഇത് ക്ഷേത്രകലയാണല്ലോ. വിൽപ്പാട്ട് ക്ഷേത്രകലയാണ്. അത് അവിടുത്തെ ക്ഷേത്ര ഉത്സവത്തിന് കുഞ്ഞാലി മരക്കാരെ കുറിച്ചുള്ള വിൽപ്പാട്ടുണ്ട്. അവിടെ ഈ കുഞ്ഞാലി മരക്കാർ നല്ല പച്ച ഇതൊക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ട് രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. പ്രതിഷ്ഠ വിഗ്രഹമായിട്ടല്ല വെച്ചിരിക്കുന്നത്, രൂപമാണ്. അപ്പം പക്ഷെ എനിക്ക് വിൽപ്പാട്ട് കാണാൻ കഴിഞ്ഞില്ല, കാരണം ഉത്സവം ജനുവരിയിലാണ്. ഞാൻ അല്ലാത്ത സമയത്താണ് പോയത്. അപ്പം ആ റീജിയനിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാം. നമ്മൾ രാജാക്കന്മാരെ കുറിച്ച് പറയും, നമ്മൾ എത്രയോ ടൂർ പോകുന്നു, മൈസൂർ പോകുന്നു, പല സ്ഥലത്ത്. ഇപ്പം ഞാൻ രാജസ്ഥാനിൽ പോയി. രാജസ്ഥാൻ രാജ പ്രൗഢിയുടെ ഒരു നാടാണ്. എവിടെ പോയാലും ഗംഭീര നിർമ്മിതികളാണ്. പക്ഷെ നമ്മളിപ്പോൾ ശ്രീരംഗപട്ടണത്ത് പോയി നോക്കുക, ഒരു ശോഷിച്ച ഒരു കൊട്ടാരം അവിടെ കാണാം, ഒരു ടിപ്പുവിൻ്റെ കൊട്ടാരം. കുഞ്ഞാലി മരക്കാരുടെ അവശേഷിപ്പായിട്ട് എന്താ ഉള്ളത്? ആ ഈ ഇരിങ്ങലിലുള്ള ഒരു പള്ളിയുണ്ട്, കുഞ്ഞാലി മരക്കാർ പള്ളി. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരെയൊക്കെ ഇത്രത്തോളം വിറപ്പിച്ചിരുന്ന 2 ഭരണാധികാരികൾ ഇന്ത്യയിൽ വേറെ ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ഞാലി മരക്കാർ 4ാമൻ്റെ തല വെട്ടി ഉപ്പിലിട്ട് വെക്കുകയായിരുന്നു പോർച്ചുഗീസുകാർ ചെയ്തത്. അവിടെ ഗോവയിൽ കൊണ്ടല്ലേ ചെയ്തത്. 3ാമതും തീർന്നില്ല. ഈ ഇരിങ്ങലിലെ പള്ളി കുഞ്ഞാലി മരക്കാർ 3ാമനാണല്ലോ നിർമ്മിച്ചത്. ഇരിങ്ങൽ പള്ളി പറഞ്ഞാൽ വടകര. അത് അദ്ദേഹം നിർമ്മിച്ച. അവിടുത്തെ പോർച്ചുഗീസുകാരോട് പോരാടിയ ഒരു വാൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, ആ പള്ളിയിലുണ്ട്. അപ്പം ടിപ്പു, നമ്മൾ ഇപ്പം രാജസ്ഥാൻ പാക്കേജുകൾ പോകുന്നു പലരും. രാജസ്ഥാൻ പാക്കേജുകൾ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? എല്ലാ കൊട്ടാരത്തിലും പോവും, അവിടെ ഇരിക്കുന്നതൊക്കെ വായിക്കും, ഇത് ചെയ്യും, വരും. ഇതല്ലേ ചെയ്യാറുള്ളത്. എന്താ നമുക്ക് ഒരു ഹെറിറ്റേജ് ശ്രീരംഗപട്ടണത്തിൽ ഇങ്ങനെ ഒരു ടിപ്പുവിനെ കുറിച്ചും നമ്മുടെ നാട്ടിലുള്ള പോരാളികളെ കുറിച്ചുള്ള പാക്കേജുകൾ രൂപപ്പെട്ട് വരുന്നില്ല യാത്രകളിൽ. ചരിത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ചരിത്രത്തിൻ്റെ അവശേഷിപ്പ് എന്ന് നീങ്ങുന്നോ അന്ന് സമൂഹത്തിന് അസ്തിത്വം ഇല്ലാതായിട്ട് മാറും. നമ്മുടെ വേരുകളല്ലേ.